ഹായ്, ഞാൻ നിപുൺ. വളാഞ്ചേരിയാണ് സ്ഥലം. ഞങ്ങളിങ്ങനെ പലചരക്കിൻ്റെ ബിസിനസ് ചെയ്യുന്നവരാണ്. ഗ്രോസറി ബിസിനസ്സാണ് കാര്യമായിട്ട് ചെയ്യാറ്. അതിൻ്റെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഉള്ളതുണ്ട്. ഒരു 8-10 കൊല്ലത്തോളമായിട്ട് ഇതേ ഫീൽഡിൽ തന്നെയാണ്. ആദ്യം അരി സപ്ലൈ മാത്രമായിരുന്നു ഇതുണ്ടായിരുന്നത്, ബിസിനസ്സായിട്ട് ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾ റീറ്റെയിലിൽ എല്ലാ സാധനങ്ങളും ഗ്രോസറിയിൽ ചെയ്തു തുടങ്ങി. അങ്ങനെ ഡെലിവറി കൊടുക്കാറുണ്ട്. ഓരോ കടയിലേക്കും മറ്റൊക്കെ സാധനങ്ങൾ പോകുന്നുണ്ട്. ഹോം ഡെലിവറികൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അത്യാവശ്യം ബൾക്ക് ഡെലിവറികൾ തന്നെയാണ്. ഹോട്ടൽസും മറ്റു കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യാറുണ്ട്. ഗവൺമെൻറ്റിനൊക്കെ വേണ്ടി കൊടുക്കാവുന്നു. ഏതാണ്ട് ഒരു 8-10 കൊല്ലത്തോളമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ചെറുതായിട്ട് തുടങ്ങി. സ്വിച്ചാണ് എടുത്തിരിക്കുന്നത്, ഇലക്ട്രിക്കിൻ്റെ ഒരു വണ്ടി. അത് രണ്ടും എന്തായാലും നമ്മളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണല്ലോ. അതിൽ ഡെലിവറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങളിങ്ങനെ കുറച്ച് എഫക്റ്റീവായിട്ട് ഒരു വണ്ടി തിരഞ്ഞു നോക്കുമ്പോഴാണ് ഇങ്ങനെ സ്വിച്ച് കയ്യിൽ കിട്ടിയത്. സ്വിച്ച് കിട്ടിയതിന് ശേഷം ഓരോ ദിവസത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഭാഗത്തു നിന്നുള്ള ചിലവും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവുണ്ട്. പിന്നെ വണ്ടി ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയ ഒരു വണ്ടിയാണ്. നമ്മൾ കാറൊക്കെ ഓടിക്കുന്ന പോലെ. ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം അറിയാമല്ലോ, നമ്മളെ ലേബറാണ് വലിയൊരു ഇഷ്യൂ. കുറച്ച് കാലം ഒരു ഡ്രൈവർ ഉണ്ടാവും. അത് കഴിഞ്ഞ ആൾക്ക് എന്തെങ്കിലും അടുത്തൊരു ഓപ്ഷൻ വരുമ്പോഴേക്കും നമുക്കതൊരു വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. ഒരു കാറോ ജീപ്പോ ചെറു വണ്ടികളൊക്കെ ഓടിക്കുന്ന ആളുകൾക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കാണ്, പിന്നെ ഓട്ടോമാറ്റിക്കുമാണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അധികം ക്ലച്ചിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ റോഡത്തെ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അത്യാവശ്യം റോഡ് ബ്ലോക്കും ട്രാഫിക്കും ഒക്കെ ഉള്ളൊരു സ്ഥലങ്ങളാണ്. ഡ്രൈവർമാർക്ക് ചെയ്യുന്ന ജോലി കുറച്ച് കംഫർട്ടബിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും വരാറില്ല. വലിയ വണ്ടി ഓടിക്കുന്ന ഒരാൾ തന്നെ ഇപ്പോൾ ഒരു ഡ്രൈവറായിട്ട് വേണം എന്നുള്ളൊരു സംഭവമില്ല. സ്വിച്ച് വിധ കാര്യങ്ങൾക്കൊക്കെ സ്വിച്ച് തന്നെ നല്ലൊരു ഓപ്ഷനാണ്. ദൂരം പോയി വരാൻ പോലും നമുക്ക് വണ്ടി ഉപകാരപ്പെടും. സാധാരണ നമ്മൾ ഒരു ആശങ്ക ഉണ്ടായിരുന്ന അത് തന്നെയായിരുന്നു. ദൂരം പോയി വരുമ്പോഴേക്കും എങ്ങനെയാവും വണ്ടിയുടെ ഒരു പെർഫോമൻസ്, പുറത്തുനിന്നുള്ള ചാർജിങ് എത്രത്തോളം സമയം എടുക്കും. ഒരാൾക്ക് നമ്മളെപ്പോഴും ഒരു ടൈം കൺസ്ട്രെയിൻ ഉണ്ടാവുമല്ലോ ഒരു ഡെലിവറി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഉള്ളിൽ പോയി വരാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് സ്വിച്ചിലൂടെ വണ്ടി എടുത്ത് സ്വിച്ച് ഓടി തുടങ്ങിയപ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെട്ടു. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ചാർജ് ചെയ്താലും ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ആവശ്യമുള്ള വണ്ടി ആവുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ നിന്ന് നമ്മൾ നോർമൽ ചാർജിങ് ആണ്, വീട്ടിൽ സോളാറിലാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ചാർജ് ചെയ്താൽ വണ്ടി പെർഫെക്റ്റ് ആണ്. രാത്രി പണി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്ന നേരത്ത് ഒരു 8-10 മണിയൊക്കെ ആകുമ്പോഴേക്ക് ചാർജ് ചെയ്യാൻ വയ്ക്കും. രാവിലെ എണീറ്റ് ഒരു 7 മണിയൊക്കെ കഴിയുമ്പോൾ പുറത്തേക്ക് പോകുന്ന നേരത്തെ തന്നെ എടുത്ത് പോന്നാലും മതി. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും അതിലൊന്നും ഉണ്ടാകുന്നില്ല. സ്വിച്ച് അതിലൊക്കെ നല്ല പെർഫോമൻസ് തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്.